പല വീഡിയോസിലും പറയാറുണ്ട് എജുപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വാട്ടോ, അടിപൊളിയാക്കാം, ഉഷാറായിട്ട് പഠിക്കാം, നിങ്ങളെ ഫ്യൂച്ചറിൽ ഒരു ചാമ്പ്യൻ ആയിട്ട് ഞങ്ങൾ മാറ്റും എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് എജുപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ വരണം എന്നുള്ളതാണ്. ഒരുപാട് ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്, പക്ഷേ ഈ ഒരു എജുപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. സോ നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ഒരു കുട്ടി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവന് നമ്മൾ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്സ് ഒരു 1 വീക്ക് ഓർ 2 വീക്സിനുള്ളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പോസ്റ്റലായിട്ട് അയച്ച് അവന്റെ വീട്ടിലെത്തും. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു രീതി പറയുകയാണെങ്കിൽ, നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്സ് കഴിയുമ്പോൾ ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്കും ചെറിയ കുഞ്ഞു ടോപ്പിക് പഠിക്കുക. അപ്പൊ റാഷണൽ നമ്പർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ആ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല കുട്ടികൾക്കും സ്കൂളത്തെ ട്യൂഷനിലൊക്കെ പോകുന്ന സമയത്ത് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ചെക്ക് പോയിന്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കിന്റെ താഴെയും ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് കഴിഞ്ഞു, അതിന്റെ ചെക്ക് പോയിന്റ് ചെയ്തു, അടുത്ത ടോപ്പിക് കഴിഞ്ഞു, ചെക്ക് പോയിന്റ് ചെയ്തു, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവസാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി കൊടുക്കുന്നുണ്ട്. ആ സമ്മറി എങ്ങനെയാന്ന് വെച്ചാൽ ഫ്ലോ ചാർട്ടായിട്ടാണ് കൊടുക്കുന്നത്. ആ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഔട്ട്ലൈൻ, അതായത് ആ ഒരു ഫ്ലോ ചാർട്ട്, ജസ്റ്റ് ആ മൈൻഡ് മാപ്പ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ ഒരു കുട്ടിക്ക് ആ ഒരു ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്തും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് എന്നിട്ട് അതിന്റെ മൊത്തത്തിൽ ഒരു സമ്മറി കിട്ടിയിട്ടായിരിക്കും ആ ഒരു ടെക്സ്റ്റ് ബുക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു സമ്മറി കഴിഞ്ഞാലും കഴിഞ്ഞില്ല, അവസാനമാണുള്ളത് നമ്മളുടെ അസസ്മെന്റ് കോർണർ. ഈ ഒരു അസസ്മെന്റ് കോർണർ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു അസസ്മെന്റ് കോർണറിൽ ആദ്യം എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന രീതിയും ഇവർ അങ്ങനെ തന്നെ, ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ രീതിയും പറഞ്ഞിട്ട് അത് ഓരോന്നും സോൾവ് ചെയ്ത് കറക്റ്റ് മെത്തേഡിനനുസരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടാവും എക്സംപ്ലിഫിക്കേഷനിൽ. എക്സംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസസ്മെന്റ് കോർണറിൽ തന്നെ നിങ്ങളിപ്പോൾ ഓരോ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ പറയാറില്ലേ, എക്സാമിന്റെ പാറ്റേൺ മാറി, എക്സാം ഇങ്ങനെ വന്നു അങ്ങനെ വന്നു എന്ന്. പക്ഷെ ഞങ്ങൾ ഫൗണ്ടേഷനിലെ കുട്ടികൾ ഒരിക്കലും ഏത് എക്സാമും, അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങളുടെ സാധാ ട്യൂഷനിൽ നിങ്ങളുടെ സ്കൂളിൽ എക്സാം ആയിക്കോട്ടെ, അവരൊരിക്കലും എന്ത് പറയില്ല, ഞങ്ങളുടെ പാറ്റേൺ മാറി എന്ന് പറയില്ല. ബിക്കോസ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഞങ്ങൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ അസസ്മെന്റ് കോർണറിൽ തന്നെ നമുക്ക് ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു എക്സംപ്ലിഫിക്കേഷനും കഴിഞ്ഞാൽ അതിന്റെ പുറമെ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണ് MCQ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, അസേർഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ തുടങ്ങി ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ തിരിച്ചും മറിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൊത്തം അവരെ കൊണ്ട് എന്ത് ചെയ്യും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. സോ ഞങ്ങൾ ഇവിടെ ഈ ഒരു ക്ലാസ്സസ് വെറുതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് നിങ്ങളോട് പഠിക്കാൻ പറയല്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾസ് തരുന്നുണ്ട്. ആകെ കുറഞ്ഞ സമയം മാത്രം ഒരു കുട്ടി പഠിച്ചാൽ മതി, പക്ഷെ ആ കുട്ടി ആ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിലും അവർ അടിപൊളിയായിരിക്കും. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, വെറുതെ ഞങ്ങൾ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും എടുത്ത് തരല്ല, നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെയും നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സും ആണ് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വെറുതെ ആവുന്നില്ല. പിന്നെ മറ്റൊരു കൺസേൺ ആണ് ഈ ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ സാധാ ട്യൂഷനും നിങ്ങളുടെ സ്കൂളത്തെ സിലബസും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷന് ഓരോ കുട്ടികൾക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മെന്റേഴ്സ് ഉണ്ടാവും. അതായത് ഈ ഒരു മെന്റേഴ്സ് കറക്റ്റ് പറഞ്ഞുതരും, നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി, ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലുള്ള ഈ ഭാഗം ഇന്ന് പഠിച്ചാൽ മതി, ബാക്കി നീ ട്യൂഷന് കണ്ടുവന്ന്. ട്യൂഷന് വെറുതെ നിങ്ങൾ വേറെ ഏതോ പ്ലാറ്റ്ഫോമിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഫൗണ്ടേഷൻ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ട്യൂഷനും ഫ്രീ ആയിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ട്യൂഷൻ ആ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് വെച്ചാൽ, ഇവിടുത്തെ കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും
എക്സ്ട്രാ നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നാൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്യൂഷനും കൂടി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ട്യൂഷനും അതുപോലെ തന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെന്റേഴ്സിനെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ മെന്റേഴ്സിന്റെ കൂടെ ഒരു ഇയർ അടിപൊളിയായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നമ്മളുടെ കുട്ടികൾ ഒരിക്കലും ഒറ്റ കോമ്പറ്റേറ്റീവ് എക്സാമിനും എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റാത്തതാണ് ഇതെന്ന് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമല്ല, ഇവർ അവരുടെ സ്കൂളിലും അവരുടെ ക്ലാസ്സിലും അവരൊരു പ്രോ ആയിരിക്കും. അതുപോലെ ഏതൊരു എക്സാം വന്നാലും അവരൊരു പ്രോ ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ കുട്ടി സാധാ ഒരു ട്യൂഷൻ പഠിച്ചിട്ട് സാധാ ഒരു കുട്ടികളെ പോലെ ഇത് കഴിഞ്ഞു ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ പോകണോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അടിപൊളിയായിട്ട് പഠിക്കണം, എൻ്റെ കുട്ടി ഇപ്പോഴേ കുറച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ബുക്ക്ലെറ്റ് അയക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇവർക്ക് ഏതൊക്കെ കോഴ്സസ് ഉണ്ട്, ഏതൊക്കെ കോളേജസിൽ ഉണ്ട് എന്നുള്ള അതിന്റെ ഒരു ബുക്ക്ലെറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് കറക്റ്റ് ആയിട്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഇവരുടെ ട്യൂഷന്റെ കൂടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു സിലബസ് ട്രാക്കറും അവരെവിടം വരെ പഠിച്ചെന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു സിലബസ് ട്രാക്കറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആർക്കെങ്കിലും നമ്മളുടെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെക്കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിന്റെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം കാണാം, ആ രജിസ്ട്രേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമുക്ക് വീണ്ടും ഫൗണ്ടേഷൻ കോഴ്സിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.